സൺസ്ക്രീൻ വാങ്ങാനായിട്ട് ഞങ്ങളുടെ ഫാർമസിയിൽ വന്ന കസ്റ്റമേഴ്സിൻ്റെ സംശയങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനാൽ ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. ചിലപ്പോൾ നിങ്ങൾക്കും ഈ സംശയങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഹായ് എവരി വൺ, വെൽക്കം ടു യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ്. ഇറ്റ്സ് മീ ഷമീറുദ്ദീൻ, അൽസൈത്തൂൻ ഫാർമസി, കൽബ, ഫുജേറ. ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഒരുപാട് പേര് സൺസ്ക്രീനുകൾ വാങ്ങിക്കാൻ വേണ്ടി ഫാർമസിയിൽ വരികയുണ്ടായി. അതിലധികം ആൾക്കാർക്കും സൺസ്ക്രീനെ കുറിച്ച് ഒരു ധാരണ ഇല്ലാത്തവരായിരുന്നു. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സൺസ്ക്രീനുകളെ കുറിച്ചാണ്. സൺസ്ക്രീൻ ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സൂര്യരശ്മികളിൽ നിന്നും ഒരു മറയായിട്ട്, സ്ക്രീനായിട്ട് നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് എന്നുള്ളത്. സൂര്യരശ്മികളിൽ നിന്ന് ഏൽക്കുന്ന UV ലൈറ്റ്സ് പല തരത്തിലുണ്ട്. A, B, C എന്ന കാറ്റഗറൈസ് ചെയ്തിട്ടിരിക്കുകയാണ്. അതിൽ A കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, സ്കിന്നിൽ ചുളിവുകൾ വരുന്നു, ഡാർക്ക് സ്പോട്ടുകൾ വരുന്നു, നമ്മളെ പെട്ടെന്ന് ഏജ് ആക്കും. കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ളതാണ് UVB. അത് കുറച്ച് ആ രശ്മികൾക്ക് കുറച്ച് ചൂടുണ്ടായിരിക്കും, സ്കിന്ന് ബേൺ ആയി പോവും, സൂര്യാഘാതം പോലത്തെ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ അടുത്തുള്ളത് വരുന്നതാണ് UV ലൈറ്റ് C സാധാരണഗതിയിൽ നമ്മൾ നിൽക്കുന്ന ഉപരിതലത്തിലേക്ക് എത്തുന്നില്ല. അത് അറ്റ്മോസ്ഫിയറിൽ വെച്ച് തന്നെ അത് ഇല്ലാണ്ടാവും ചെയ്യുന്നു. നിങ്ങളുടെ സ്കിന്ന് ഏത് കണ്ടീഷനാണ് നോക്കിയിട്ട് വേണം സൺസ്ക്രീനുകൾ സെലക്ട് ചെയ്യാൻ. നിങ്ങൾക്ക് പിമ്പിൾസ് വരുന്നതും അതേപോലെ ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ ജെല്ലുകൾ ഉപയോഗിക്കാം. അതേപോലെ സോഫ്റ്റ് ആയിട്ടും സെൻസിറ്റീവ് സ്കിന്നും ആണെങ്കിൽ നിങ്ങൾ ക്രീമുകൾ ഉപയോഗിക്കാം. നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആണെങ്കിൽ ലോഷൻസുകൾ ഉപയോഗിക്കാം. ഡ്രൈ സ്കിന്നിൽ ആദ്യം നിങ്ങൾ ഒരു ഒരു അലോവേരയുടെ ജെല്ലോ അല്ലെങ്കിൽ ബിപാന്തനോൾ അടങ്ങിയ ഏതെങ്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് അത് ഡ്രൈ ആയതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ആ ലോഷൻ അപ്ലൈ ചെയ്യേണ്ടത്. ഈ ക്രീമുകളും ലോഷൻസുകളും ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ UVAയും UVBയും ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. സൺ എക്സ്പോഷറിലേക്ക് പോകുന്നതിൻ്റെ 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് മുമ്പ് നിങ്ങളത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വേണം പുറത്തേക്ക് പോകാൻ. അത് ഫേസിൽ ആണെങ്കിലും ശരീരത്തിൻ്റെ ഇതര ഭാഗങ്ങളിലാണെങ്കിലും അബ്സോർബ് ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കണം, 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ. ഇന്ന് മിക്ക ആളുകളും ഒരുപാട് സംശയങ്ങളായിട്ടാണ് വരുന്നത്. ഞാൻ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് ഞാൻ കറുത്തു പോയല്ലോ, എനിക്ക് ഒരുപാട് പാടുകൾ വന്നല്ലോ എന്നൊക്കെ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, സൺസ്ക്രീൻസുകൾ പൂർണ്ണമായിട്ടും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഒരു പാർഷ്യലി മാത്രമായിട്ടാണ് സണ്ണിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. 50 to 80% മാത്രമാണ് UV ലൈറ്റിൽ നിന്നും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. പിന്നെയുള്ളൊരു പ്രശ്നം നിങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. അതിൽ വരുന്ന മിസ്റ്റേക്കുകളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 15 മുതൽ 30 മിനിറ്റ് മുമ്പ് സൺസ്ക്രീനുകൾ അപ്ലൈ ചെയ്തിട്ട് വേണം പുറത്തു പോകാൻ. അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് സൺസ്ക്രീനുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. SPFന് പുറമെ അതിൻ്റെ കൂടെ വൈറ്റമിൻ E, വിറ്റാമിൻ C, കോജിക് ആസിഡ്, ആൽഫ ആർബ്യൂട്ടാനിക് ആസിഡ്, ഹൈലൂറിക് ആസിഡ് എന്നീ അടങ്ങിയ ഒരുപാട് ക്രീമുകൾ അവൈലബിൾ ആണ്. അങ്ങനത്തെ സൺസ്ക്രീനുകൾ ഉപയോഗിക്കാണ്ടിരിക്കുക. അതായത് വെളുക്കാൻ വേണ്ടിയിട്ടും ബാക്കി ചുളിവിന് വേണ്ടിയിട്ടുള്ള അതർ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ഫേസിലിട്ടിട്ട് സൺ എക്സ്പ്ലോഷറിലേക്ക് പോവുകയാണെങ്കിൽ അത് കൂടുതൽ ഡാമേജ് ആക്കുള്ളൂ സ്കിന്നിന്. ഇതും നിങ്ങൾ സ്കിന്നിലെയും SPFിലും എല്ലാം കൂടെ കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ചിട്ട് കൂടുതലായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കുന്നു, സ്കിന്ന് ഇരുണ്ടു പോകുന്ന അവസ്ഥയിലേക്ക് വരുന്നു. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാണ്ട് സിമ്പിളായിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഒന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള SPFകൾ വാങ്ങി ഉപയോഗിക്കാം. SPF തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ 30 above SPF ഉള്ള സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ ഉള്ള സൺസ്ക്രീനുകൾ തിരഞ്ഞെടുക്കുക. UVAയും UVBയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നും കൂടെ നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ. വേറെ ആൾക്കാരൊന്നും ചോദിക്കാനുണ്ട്, ഇതെനിക്ക് സൂട്ടാവോ, അത് സൂട്ടാവോ, അത് പറ്റുമോ, ഇത് പറ്റുമോ എന്ന്. അത് നമുക്കൊരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം അവരെ ഏത് ടൈപ്പിലുള്ള സ്കിന്നാണ്, അത് ചില സ്കിന്നിൽ അലർജി ഉണ്ടാക്കുന്നു, വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതാണ് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കുക തന്നെ വേണം. എന്നിട്ട് ചിലപ്പോൾ ഒരുപാട് തവണ പല പ്രൊഡക്റ്റുകളും പല കമ്പനീൻ്റെ പ്രൊഡക്റ്റുകളും അപ്ലൈ ചെയ്ത് നോക്കി ഏതാണ് അലർജി ഇല്ലാത്തത് ആ കമ്പനി നോക്കി കമ്പനിയുടെ സാധനം മാത്രമായിട്ട് പിന്നെ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അത് മാത്രം ഉപയോഗിക്കാം. ഈ സൺസ്ക്രീൻ നല്ല വെയിലുള്ള സമയങ്ങളിലാണെങ്കിൽ 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെയാണ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുള്ളൂ. 2 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ വെയിൽ കൊള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് UV ലൈറ്റ് കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതിന് വേണ്ടത് 2-3 മണിക്കൂർ കഴിയുമ്പോൾ റീഅപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ വെയിലില്ലാത്ത സ്ഥലങ്ങളിൽ ഒരു ഷാഡോ തണലിൻ്റെ കീഴിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇരിക്കുകയാണെങ്കിലൊക്കെ ഒരു 4 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടും.
നിങ്ങൾ വീട്ടിലാണെങ്കിൽ 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടും. സൺസ്ക്രീനിൻ്റെ ബാക്കിൽ എഴുതി കാണിക്കാറുണ്ട് 6 മുതൽ 8 മണിക്കൂർ വരെ നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടും. അത് നമ്മൾ വെയിലുള്ള സമയങ്ങളിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് ആണ് ആ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. അല്ലാതെ വെയിൽ കൊള്ളുന്ന രീതിയിലാണ് നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിച്ച് പുറത്തിറങ്ങുന്നതിൽ എഫക്റ്റ് കിട്ടില്ല. സൺസ്ക്രീനുകൾ എടുക്കുമ്പം ഒരു മിതമായ രീതിയിൽ എടുക്കുക. അതിൽ ഫിംഗർ ടിപ്പ് അത് എത്രയാണ് 1 ഇഞ്ച്, ഏകദേശം ഫിംഗർ ടിപ്പ് പറയുമ്പോൾ ഒരു 1 ഇഞ്ച് ആ രീതിയിൽ മാത്രം എടുത്തിട്ട് ഓരോ 1 ഇഞ്ച് ഗ്യാപ്പിൽ ഡോട്ടായിട്ടിട്ട് അത് പതുക്കെ സ്പ്രെഡ് ചെയ്യിപ്പിക്കുക. നന്നായിട്ട് മറ്റേ നമ്മൾ ഓയിലൊക്കെ തേക്കുന്ന പോലെ, എണ്ണ തേക്കുന്ന പോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് ചെയ്യരുത്. സ്ക്രീനാണ്, ഒരു ബാരിയറായിട്ട് നിൽക്കണം. അതിന് വേണ്ടിയിട്ട് രീതിയിൽ നിങ്ങൾ പതുക്കെ അതിനെ സ്പ്രെഡ് ചെയ്യിപ്പിക്കുക. പിന്നെ വരുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ചതിന് ശേഷം മുഖത്താകെ ഓയിലി ആവുകയാണ്, അതേപോലെ വൈറ്റ് കളറിലേക്ക് വരികയാണ്. അതായത് അതിൻ്റെ കളർ ഒരു പെയിൻ്റ് അടിച്ച പോലെയൊക്കെ വരുന്നുണ്ട് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണങ്ങൾ വിയർക്കുന്ന ഫേസ് ആണെങ്കിൽ, വിയർക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിങ്ങനെ വിയർപ്പ് പോകുന്നതിനനുസരിച്ച് അതിൻ്റെ വൈറ്റ്നെസ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സൺസ്ക്രീനുകൾ ഉപയോഗിക്കുക. അതേപോലെ ഓയിലി സ്കിന്നാണെങ്കിൽ ജെല്ലുകൾ ഉപയോഗിക്കുക. അത് ജെല്ലുകൾ ഉപയോഗിക്കുമ്പം ആദ്യം കുറച്ച് അപ്ലൈ ചെയ്യുക, ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് അത് ഡ്രൈ ആയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ലെയർ അപ്ലൈ ചെയ്യുക. അങ്ങനെ കുറച്ച് അപ്ലൈ ചെയ്യുക. അങ്ങനെ ആകുമ്പം ഈ പിന്നെ ഓയിലിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. സ്വിമ്മിങ്ങിലേക്ക് പോകുകയാണ്, ഇപ്പോൾ കടലിലൊക്കെ കുളിക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള UV പ്രൊട്ടക്ഷൻ സ്പ്രേകളോ അല്ലെങ്കിൽ ക്രീമുകളോ ഉപയോഗിച്ചതിന് ശേഷം മാത്രം വെള്ളത്തിലേക്ക് ഇറങ്ങുക. ഓരോ 2 മണിക്കൂർ കഴിയുമ്പോഴും നിങ്ങളത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം 2 മണിക്കൂർ മാക്സിമം അതിൻ്റെ പവർ കിട്ടുള്ളൂ. കാരണം വെള്ളമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടൊക്കെ പെട്ടെന്ന് അതിൻ്റെ പവർ കുറയാൻ സാധ്യതയുണ്ട്. അത് ശരീരത്തിൽ നിന്ന് ഒലിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. ഇത് ആരെല്ലാം ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസത്തിന് താഴെയുള്ള കുട്ടികളിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. 6 മാസം മുതലുള്ള പ്രായമുള്ള കുട്ടികൾക്ക് മുതലാണ് ഇത് ഉപയോഗിക്കേണ്ടത്. കുട്ടികൾക്കാണെങ്കിൽ ഫിസിക്കൽ ക്രീമുകൾ സെലക്ട് ചെയ്യുക, വലിയവർക്കാണെങ്കിൽ കെമിക്കലായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പറയുന്ന പ്രശ്നങ്ങളാണ്, ഞാൻ SPF ഉപയോഗിച്ചു അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല, അത് നിർത്തിയപ്പോൾ മുഖം ഇരുണ്ടുപോയി കറുത്തുപോയി എന്നൊക്കെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും ഏത് ക്ലൈമറ്റ് ആണെങ്കിലും സണ്ണിൽ നിന്നുള്ള UV റേസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തണുപ്പുള്ള സമയങ്ങളിൽ ആരും പിന്നെ UV പ്രൊട്ടക്ഷൻ ഇടാണ്ട് പുറത്തു പോകുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സമ്മർ സീസണിൽ മാത്രമല്ല വിൻ്റർ സീസണിലും നിങ്ങൾ സൺസ്ക്രീനുകൾ ഉപയോഗിക്കണം. പൊതുവെ ആൾക്കാർ വിൻ്റർ സീസണിലൊന്നും സൺസ്ക്രീൻ ഉപയോഗിക്കാണ്ട് സമ്മറിൽ മാത്രം ഉപയോഗിക്കുന്നു. വിൻ്റർ സീസണിൽ പുറത്തിറങ്ങുമ്പോൾ നമുക്കത്ര ചൂട് തോന്നില്ല, അപ്പോൾ അതുകൊണ്ട് UV ലൈറ്റ് ഇല്ല എന്ന് വിചാരിക്കരുത്. അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സൺസ്ക്രീനുകൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് ചുളിവുകൾ വരും, ഇരുണ്ടു പോവുകയൊക്കെ ചെയ്യും. ചില ആളുകൾക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അലർജിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനത്തെ ആളുകൾ അലർജിക് ടെസ്റ്റുകൾ ചെയ്തതിൻ്റെ ശേഷം മാത്രം ഉപയോഗിക്കുക. കുറച്ച് SPF കയ്യിൽ പുരട്ടി നോക്കിയിട്ട് ഒരു മണിക്കൂറോ 2 മണിക്കൂറോ വയ്ക്കുക. അതിന് റെഡ്നെസ്സോ അല്ലെങ്കിൽ ഇച്ചിങ്ങോ ഒന്നും ഇല്ലെങ്കിൽ മാത്രം അത് ഫേസിലേക്കോ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലേക്കോ അപ്ലൈ ചെയ്യാം. എന്നിട്ടും അലർജിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെൻറ്റിലേക്ക് പോകാം. സൺ പ്രൊട്ടക്ഷൻ സപ്ലിമെൻറ്റിനെ കുറിച്ച് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെയും കൊടുക്കുന്നുണ്ട്, മുകളിൽ ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. ഞാൻ സൺസ്ക്രീനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയാണ് സൺ പ്രൊട്ടക്ഷൻ ക്രീമുകൾ സെലക്ട് ചെയ്യേണ്ടത്, അതിൽ ചെയ്യുന്ന മിസ്റ്റേക്കുകളെ കുറിച്ചൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അതിൽ വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നത്, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഫ്രം യുവർ ഹെൽത്ത് ആൻഡ് വെൽനെസ്.